ലേഖനം 1-ാം അധ്യായം അതിന്റെ 20-21 വാക്യങ്ങൾ ഒന്നും കൂടെ വായിക്കാമോ? ശബ്ദമുയർത്തി. മുന്നേ മുന്നറിയപ്പെട്ടവനും ലോകസ്ഥാപനത്തിനു മുമ്പേ മുന്നറിയപ്പെട്ടവനും അവൻ മുഖാന്തരം ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ നിമിത്തം ഈ അന്ത്യകാലത്ത് വെളിപ്പെട്ടവനും ആകുന്നു. നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിൽ വെച്ചുകൊള്ളേണ്ടതിന് ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് അവന് തേജസ് കൊടുത്തുമിരിക്കുന്നു. ആമേൻ. സ്തോത്രം. പത്രോസിന്റെ 1-ാം ലേഖനം എഴുതപ്പെട്ടത് AD 64 നീറോ ചക്രവർത്തിയുടെ കൊടിയ പീഡന കാലഘട്ടത്തിലാണ് അദ്ദേഹം ഈ ലേഖനം എഴുതുന്നത്. സഭയിൽ അന്ന് വലിയ പീഡനങ്ങൾ ഉണ്ടായി. സഭയിൽ നിന്ന് മാത്രമല്ല, വിശ്വാസ സമൂഹത്തിനിടയിൽ വലിയ പീഡനങ്ങൾ ഉണ്ടായി. ആ പീഡനങ്ങൾ സഹിക്കവയ്യാതെ, അല്ലെങ്കിൽ പലരും വധിക്കപ്പെടുകയും കൊടൂരമായ പീഡനങ്ങളിലൂടെ കടന്നുപോവുകയും കാരാഗൃഹത്തിൽ അകപ്പെടുകയൊക്കെ ചെയ്തു. ഇത് മുഖാന്തരം ചിലര് വിശ്വാസത്തിൽ നിന്ന് പിന്മാറിപ്പോവുകയും മറ്റു ചിലർ യെരുശലേമിൽ നിന്നും മെഡിറ്ററേനിയൻ ഭാഗത്തേക്ക് അവരെ ചിതറി പാർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യം ഉണ്ടായ കാലഘട്ടത്തില് പത്രോസിന് വലിയ ഭാരമുണ്ടായി. ജനം ചിലതൊക്കെ വിശ്വാസത്തിൽ നിന്ന് പിന്മാറി പോകുന്നു. അങ്ങനെ പിന്മാറി പോകാതിരിക്കാനായി അവരെ ഒന്ന് വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ 1-ാം ലേഖനം എഴുതുന്നത്. 1-ാം ലേഖനം എഴുതുമ്പോൾ അദ്ദേഹം പറയുന്നു, ക്രിസ്തു കഷ്ടം സഹിച്ചതുപോലെ നമുക്കും ചില കഷ്ടങ്ങളിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വരും. ആ കഷ്ടങ്ങളെ നമ്മൾ അഭിമുഖീകരിക്കണം, നമ്മൾ ഫേസ് ചെയ്യണം എന്ന് പറഞ്ഞ് അവരെ ധൈര്യപ്പെടുത്തുന്ന ഒരു ലേഖനമാണ് പത്രോസിന്റെ 1-ാം ലേഖനം. ഹല്ലേലൂയ. ആ കാര്യം പറയുമ്പോൾ തന്നെ ലേഖകനെ കുറിച്ച് സംസാരിക്കാതെ പോകുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നു. എസ്പെഷ്യലി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ പൗലോസിനെ കുറിച്ച് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞതുപോലെ പത്രോസിനെ കുറിച്ച് പറയാനാണ് എന്നോട് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് തന്നെ പത്രോസിനെ കുറിച്ച് എന്ത് പറയണം എല്ലാവർക്കും അറിയാം. ഓൾറെഡി കുറെ കാര്യങ്ങൾ നമ്മൾ വായിച്ചും പറഞ്ഞും കേട്ടും ഒക്കെ വളരെ നമുക്ക് നല്ല എല്ലാവർക്കും നന്നായി അറിയുന്നതാണ്. അപ്പൊ കൂടുതലായി എനിക്കും ഒന്നും പറയാനില്ല. പക്ഷെ ഇന്ന് കർത്താവ് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന 1-2 കാര്യങ്ങളെ ഞാൻ സൂചിപ്പിച്ച് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 1 മുതൽ വായിച്ചു കഴിഞ്ഞാല് നമുക്ക് കാണാം, യേശു കർത്താവിനെ ജനം വല്ലാതെ തിക്കി തിരക്കി കൊണ്ടുവരിക. അപ്പൊ അന്ന് പുരുഷാരം വളരെ കൂടുതലായി മാധുര്യമായ വാക്കുകൾ കേൾക്കാൻ വേണ്ടിയിട്ട് ഇവരിങ്ങനെ യേശു കർത്താവിനെ പുറകെ ഇങ്ങനെ വന്നു. അവർക്ക് സൗഖ്യം വേണം, അവർക്ക് വിടുതൽ വേണം, സമാധാനം വേണം, അവർക്ക് കുറച്ച് ആശ്വാസം വേണം. ഇതൊക്കെ യേശു കർത്താവിന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് യേശു കർത്താവിനെ തിക്കി തിരക്കി ജനം വന്നതായിട്ട് നമുക്ക് ലൂക്കോസിന്റെ 5-ാം സുവിശേഷം നമുക്ക് 5-ാം അധ്യായം 1 മുതൽ വായിച്ചാല് മനസ്സിലാകും. അതിൽ നിന്ന് താഴേക്ക് വായിച്ചാല് കർത്താവ് നോക്കുമ്പോൾ ഈ തിക്കും തിരക്കും കാരണം കർത്താവിന് എവിടെയെങ്കിലും ഒന്ന് സ്വസ്ഥമാകണം തോന്നി. കർത്താവ് നോക്കുമ്പോ 2 പടക് കണ്ടു, അല്ലേ? ഗന്നസരത്ത് നദിക്കര വന്നപ്പോ അവിടെ 2 പടക് കണ്ടു. 2 പടകും ഒഴിഞ്ഞാ കിടക്കുന്ന. ഈ പടകിൽ നിന്ന് മീൻപിടുത്തക്കാരിറങ്ങി വല കഴുകുന്നത് കണ്ടു. നിങ്ങൾ കണ്ടോ ആ വാക്യം? എല്ലാവരും കണ്ടു. ഓക്കെ. അപ്പൊ ഈ മീൻപിടുത്തക്കാരിറങ്ങി വല കഴുകുന്നു. കർത്താവ് 2 പടകും കണ്ടു. കർത്താവ് ഒന്ന് എന്ത് ചെയ്തെന്നറിയോ? ശീമോനുള്ളതായ പടകിലേക്ക് വന്ന് കയറിയിരുന്നു. എന്താ ശീമോനുള്ള പടകിലിരുന്നത്? ഞാൻ കുറെ ചിന്തിച്ചു. 2 പടക് കണ്ടു, മറ്റേ പടകും ഇറങ്ങി അവര് വല കഴുകുക, ഇവരും ചെയ്യുക. പക്ഷെ എന്താ ശീമോന്റെ പടകിൽ കയറിയത്? ഞാൻ ഇങ്ങനെ വായിച്ചു വന്നപ്പോ കർത്താവ് പറഞ്ഞു, കഴിഞ്ഞ ദിവസം മൊത്തം അവൻ അധ്വാനിക്കുമായിരുന്നെന്ന്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതെ ഭയങ്കര നിരാശയില. അധ്വാനിച്ച് ഭാരം വഹിച്ച് എന്താ പറയാ, വല്ലാത്തൊരവസ്ഥയില. ഒന്നും കിട്ടുന്നില്ല, ഒന്നും കയ്യിലില്ല. അപ്പൊ ഇവനങ്ങ് മടുപ്പായി. ഇവനങ്ങ് ദേഷ്യവും വിദ്വേഷവും ഒക്കെ അവന്റെ ഉള്ളിലുണ്ട്. എന്തിനാ ഞാനിങ്ങനെ അധ്വാനിക്കുന്നത്, എന്നിട്ട് ഒന്നും ഇല്ലല്ലോ. ഈ കഷ്ടവും കണ്ണുനീരും അല്ലാതെ പറയാൻ എന്തെങ്കിലും ഉണ്ടോ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അവൻ അങ്ങനെ ഭാരപ്പെട്ടിരുന്നു. കർത്താവ് പറഞ്ഞു, മറ്റേ പടകിൽ കയറിയ ശീമോനെ ആശ്വസിപ്പിക്കാൻ പറ്റുകയില്ല. ഇന്ന് രാത്രി ശീമോന് ആശ്വാസം വേണ്ടത്. കർത്താവ് എന്തോ ചെയ്തെന്നറിയോ? 2-ാമത്തെ പടകിൽ ചെന്ന് ശീമോന്റെ പടകിൽ കയറി ഇരുന്നിട്ട് ഒരു, ശീമോനെ ഈ പടക് നീ കുറച്ചൊന്ന് ഒന്ന് നീക്കിയിട്. കാരണം ഇവരെന്നെ തിക്കി തിരക്കിക്കൊണ്ടിരിക്കുക, ഇവരോടും സംസാരിക്കണം, അന്നേരം എനിക്ക് നിന്നെയും കൺസിഡർ ചെയ്യണം. ഹല്ലേലൂയ. ആ പടകിൽ കയറി ഇരുന്നിട്ട് കർത്താവ് ശീമോനോട് പറഞ്ഞു, ഒരല്പം ഒന്ന് നീക്ക്. എന്തായാലും കർത്താവ് പറഞ്ഞതല്ലേ, ശീമോന് ഭാരവും പ്രയാസവും ഒക്കെ ഉണ്ട്, പക്ഷെ പടകൊന്ന് നീക്കി കൊടുത്തു. കർത്താവ് ജനത്തെ ഉപദേശിക്കാൻ തുടങ്ങി. ഇത് മൊത്തവും ശീമോൻ ഇരുന്ന് കേട്ടു. ചിലര് ഉപദേശങ്ങളൊന്നും കേൾക്കാറില്ല, കഷ്ടവും കണ്ണുനീരും ഒക്കെ പറഞ്ഞിട്ട് ഉപദേശം വരുമ്പോ മുങ്ങിക്കളയും. പക്ഷെ ശീമോൻ ആ ഉപദേശം മൊത്തവും ഇരുന്ന് കേട്ടു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഉപദേശമൊക്കെ കേട്ടതിന് ശേഷം
കർത്താവ് ഇവരെയൊക്കെ ഉപദേശിച്ചതിന് ശേഷം ശീമോന്റെ നേരെ പറഞ്ഞു, നീ ആഴത്തിലേക്കൊന്ന് വലയിറക്കാൻ പറഞ്ഞു. ഇവനെ മൊത്തം പഠിച്ചു കർത്താവ്, നന്നായി ഒന്ന് മനസ്സിലാക്കി. ഇവനെന്താ ആവശ്യമൊന്നും കർത്താവിനറിയാം. പറഞ്ഞു ആഴത്തിലേക്ക് ഇറക്കാൻ. ഇന്ന് രാത്രികാലം കർത്താവിന് നിങ്ങളോട് പറയാനുള്ളതും അതാ, ആഴത്തിലേക്ക് നടക്ക്. കഴിഞ്ഞ രാത്രി മുഴുവൻ അധ്വാനങ്ങളാ, കഴിഞ്ഞ ദിവസം വരെ അധ്വാനമാ, കഴിഞ്ഞ നിമിഷം വരെ അധ്വാനമാ, ഒന്നുമില്ല, മൊത്തം നാണക്കേടാ. ഹല്ലേലൂയ. പക്ഷെ ഇന്ന് ആഴത്തിലേക്കൊന്ന് ഇറക്കാമോ? എങ്ങോട്ടാ? ആഴത്തിലുള്ള പ്രാർത്ഥന, ആഴത്തിലേക്കുള്ള ശുശ്രൂഷ. എന്തെങ്കിലും ഒന്ന് ദൈവത്തിന് ചെയ്യുന്നെങ്കിൽ അത് ആഴത്തിൽ ചെയ്യേ. ഈ മേലെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല എന്ന്. ആ കാലമൊക്കെ കഴിഞ്ഞുപോയി. നമ്മളിപ്പോ എവിടാ നിൽക്കുന്നത്? കൃപയുടെ ലാസ്റ്റ് സ്റ്റേജിലാ. ഇപ്പൊ ആഴത്തിലാ എന്തെങ്കിലും ചെയ്യാനുള്ളത്. ആഴത്തിലേക്കൊന്ന് ഇറങ്ങ, ആഴത്തിലേക്ക് ഇറങ്ങി. ഇന്ന് രാത്രി നിങ്ങളുടെ രാത്രിയാണ്. ആഴത്തിലേക്ക് ഇറങ്ങാൻ പറഞ്ഞു. ഉടനെ പത്രോസ് പറഞ്ഞു, ഞാൻ കഴിഞ്ഞ ദിവസം രാത്രികാലം മൊത്തം ഞങ്ങൾ ഈ കടലിന്, ഈ നദിക്കരക്കകത്ത് മൊത്തം കിടന്ന് കറങ്ങുമായിരുന്നു, ഒന്നും കിട്ടിയില്ല. പക്ഷെ കർത്താവ് പറഞ്ഞതല്ലേ, എന്തായാലും ഒന്ന് ഇറങ്ങിപ്പോകാം. കർത്താവ് പറഞ്ഞ പോയേക്കണം, പിന്നെ വേറൊന്നും പറഞ്ഞേക്കരുത്. ഇറങ്ങിപ്പോയി വലയിട്ടു. വല കീറുന്ന തരത്തില് പെരുത്ത മീൻകൂട്ടം കിട്ടിയെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. ഇവർക്ക് വലിച്ചു കയറ്റാൻ പറ്റുന്നില്ല. മറ്റേ യേശു കർത്താവ് കയറാത്ത പടകിലുള്ളവരെയും കൂടെ വിളിച്ചു, വായോ, ഈ നന്മ കുറച്ചും കൂടെ നിങ്ങൾക്കും കൂടെ തരാം, വായോ, ഇതൊന്ന് വലിച്ചു കയറ്റാൻ സഹായിക്കേ. ഇവര് വന്ന് വലിച്ചു കയറ്റി നിറഞ്ഞ മീൻകൂട്ടം ഇവര് കണ്ടു. ഇത് കണ്ടപ്പോ പത്രോസ് കർത്താവിനോട് പറഞ്ഞൊരു കാര്യം എന്നെ വല്ലാതെ ഹേർട്ട് ചെയ്തു. പത്രോസിനോട് ചെന്നിട്ട് പത്രോസ് എന്ന് യേശു കർത്താവിനോട് പറയുക, അപ്പാ, നാഥാ, ഗുരുവേ, ഈ സമയം ഇവിടുന്ന് പോണം. ബിക്കോസ് ഇത്രയും വലിയ നന്മയൊന്നും അനുഭവിക്കാൻ എനിക്ക് യോഗ്യതയില്ല. ദൈവം പോണെന്ന് ആഗ്രഹിച്ചിട്ട് പറഞ്ഞതായിരിക്കില്ല ഒരു പക്ഷേ. ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു, ഇത്ര വലിയ നന്മയ്ക്കൊന്നും എന്നെ പോലെ ഒരുവന് യോഗ്യതയില്ല. ഞാൻ ഈ കടലിൽ കിടക്കുന്നവനാ, ഒരു യോഗ്യതയില്ലാത്തവനാ, എനിക്ക് പറയാൻ ക്വാളിറ്റീസ് ഒന്നുമില്ല, എല്ലാവരുടെ മുന്നിൽ നാണക്കേട് വഹിക്കുന്നവനാ. നീ എന്നെ വിട്ടൊന്ന് ഈ രാത്രികാലം പോകാമോ? ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, നീ വായോ, എനിക്ക് നിന്നെ ആവശ്യം. അതുകൊണ്ടാ മറ്റേ പടകിൽ കയറാതെ നിന്റെ പടകിൽ ഞാൻ കയറിയത്. കർത്താവിന് ഇത് രാത്രികാലം നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്നറിയാമോ? മറ്റു പടകുകൾ ധാരാളം ഉണ്ടെന്നേ, ഒത്തിരി ഉണ്ടെന്നേ. പക്ഷെ ഇന്ന് രാത്രികാലം കർത്താവ് തേടി വന്ന നിന്നെയും എന്നെയുമാ. ഹല്ലേലൂയ. ആ വിശ്വാസമുള്ളവർ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. എന്നെയും നിങ്ങളെയും തേടി വന്നത് എന്തിനാണെന്നറിയോ? ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. അങ്ങനെയാ വചനം അവിടെ പറയുന്നത്. യേശു കർത്താവിന് ഇന്ന് രാത്രികാലം എന്നെയും നിങ്ങളെയും കൊണ്ട് ആവശ്യമുണ്ട്. മറ്റു പലർക്കും നമ്മളെ കുറിച്ച് പറയാൻ ഒന്നുമില്ലെന്നേ, പക്ഷെ കർത്താവിന് നമ്മളെ കുറിച്ച് ആവശ്യമുണ്ട്. അതുകൊണ്ടാ നമ്മുടെ പടകിലേക്ക് അവൻ കയറി വന്നത്. ഹല്ലേലൂയ. രാത്രികാലം നമ്മുടെ പടകിനകത്ത് അവനുണ്ട്. പടകിനകത്ത് ഉണ്ട് എന്ന് ഉറപ്പുള്ളവര് കർത്താവിനെ സ്തുതിച്ചു കൊണ്ടിരിക്കണം. കർത്താവിന് നിങ്ങളെക്കുറിച്ച് ആവശ്യം, നിങ്ങളെക്കുറിച്ച് ആവശ്യം. കർത്താവ് പറഞ്ഞ എന്താണെന്നറിയോ? ഒന്നാമത്തെ കാര്യം പറഞ്ഞ, നീ ആദ്യം നിന്റെ വല ഒന്ന് ഇറക്ക ആഴത്തില്, അല്ലേ? പത്രോസ് അനുസരിച്ചു. ദൈവത്തിൽ അനുസരണയുള്ളവരായിരിക്കണം. കർത്താവ് എന്തേലും പറഞ്ഞ അത് അതുപോലെ അനുസരിക്കണം. അത് 1 വർഷം കഴിഞ്ഞിട്ട്, 2 വർഷം കഴിഞ്ഞ്, 3 വർഷം കഴിഞ്ഞ് എന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നടന്നിട്ട് വന്ന് അനുസരിക്കാമെന്ന് ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ കർത്താവിന് നിന്നെ കൊണ്ട് ആവശ്യമില്ല. പറയുന്ന ആ സമയം നീ ചെയ്തേക്കണം. അനുസരണയുള്ളവരായിരിക്കണം. രണ്ടാമത്, ആഴത്തിലേക്ക് വലയിറക്കണം, ആഴങ്ങളിലേക്ക് പോണം. നീ ചെയ്യുന്ന ശുശ്രൂഷയാണോ? നീ ചെയ്യുന്നത് ജോലിയാണോ? നീ ചെയ്യുന്ന പ്രാർത്ഥനയാണോ? നീ ചെയ്യുന്ന എന്താണോ? എന്ത് മേഖലയിലാണെങ്കിലും അത് ആഴത്തിലായിരിക്കണം. ദൈവത്തോടുള്ള വിശ്വാസമാണോ? നിനക്ക് ആകെ പ്രാർത്ഥിക്കാനുള്ള കഴിവേ ഉള്ളൂ, മതി, അത് ആഴത്തിലായിരിക്കണം. മൂന്നാമതായി എന്താ പറഞ്ഞെന്നറിയോ? ഇതൊക്കെ വിട്ട് നീ എന്റെ പിന്നാലെ വാ, മനുഷ്യരെ പിടിക്കുന്നവരാക്കും. സകലതും വിട്ട് കർത്താവിനെ പിൻചെന്നു എന്നാ അവിടെ എഴുതിയിരിക്കുന്നത്. സകലതും വിട്ട് പിൻചെന്നു എന്ന്. ഹല്ലേലൂയ. ചിലർക്കൊക്കെ കർത്താവിന്റെ പിന്നാലെ വരാൻ പറഞ്ഞാൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, വസ്തു വിൽപ്പനയ്ക്ക് കിടക്കുന്നുണ്ട്, പഞ്ചായത്തിൽ നിന്ന് ലോണ് കിട്ടാനുണ്ട്, പിന്നെ കുഞ്ഞിന്റെ കല്യാണമുണ്ട്, വേറെന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ കുറെ കാര്യങ്ങൾ പറയൂല്ലേ. കർത്താവ് പറഞ്ഞ ഈ നിമിഷം വായോ. പത്രോസ് ആകെ ആശ്രയം എന്തവാ? ആ പടകും വലയോ അല്ലയോ? അത് പിടിച്ചോണ്ടിരുന്നോ? യേശു കർത്താവ് വിളിച്ചുടനെ അത് വിട്ടിട്ട് കർത്താവിന്റെ പിന്നാലെ പോയി. ഈ രാത്രികാലം കർത്താവിന് നിങ്ങളോട് പറയാനുള്ളത് അനുസരണയുള്ളവരായിരിക്കുക. രണ്ടാമത്, അവൻ വിളിച്ചാൽ ആ വാക്കിന് സകലതും വിട്ട് പിൻചെല്ലുക. മൂന്നാമതായി യേശു കർത്താവ് പറഞ്ഞത് ആഴത്തിലേക്ക് ഇറങ്ങുക. ആഴത്തിലേക്ക് ഇറങ്ങാൻ ഇന്ന് രാത്രികാലം നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. നമുക്ക് വായിക്കാമോ? മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 1 മുതൽ ഒന്ന് വായിച്ചാട്ടെ. ആ കാലത്ത്
പ്രഭുവായ ഹെരോദാവ് യേശുവിന്റെ ശ്രുതി കേട്ടിട്ട് അവൻ യോഹന്നാൻ സ്നാപകൻ, അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തു, അതുകൊണ്ടാകുന്നു ഈ ശക്തികൾ അവനിൽ വ്യാപരിക്കുന്നത്. എന്താണെന്നറിയോ ഇവിടെ ഒരു സംഭവം നടക്കുന്നേ? യോഹന്നാൻ സ്നാപകൻ എന്ന് പറഞ്ഞ ഒരു മനുഷ്യനെ കൊന്നു കളഞ്ഞു. ഈ മനുഷ്യനെ കൊല്ലാൻ കാരണം എന്ന് വെച്ചാല് ഹെരോദാവിന്റെ ചില വിഷയങ്ങളിൽ ഇദ്ദേഹം സംസാരിച്ചു. അത് വലിയ പ്രശ്നമായി. അങ്ങനെ ഹെരോദ്യയ്ക്ക് ദേഷ്യം വന്നു. മകള് നൃത്തമൊക്കെ കളിച്ചു തല വെട്ടി താലത്തിൽ കൊണ്ട് ഇപ്പോ എന്തായാലും ഹെരോദ്യയുടെ കയ്യിൽ കിട്ടി സാധനം. അന്നേരം ഇത് ശിഷ്യന്മാരറിഞ്ഞിട്ട് ചെന്ന് ഉടല് മാത്രമേ കിട്ടിയുള്ളൂ. അവര് കൊണ്ടുപോയി അതിനെ കുഴിച്ചുമൂടി സംസ്കരിച്ചു. കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇത് യേശു കർത്താവ് അറിഞ്ഞു. യേശു കർത്താവ് അറിഞ്ഞപ്പോ എന്റെ താഴേക്ക് 14:22 മുതൽ വായിച്ചു കഴിഞ്ഞാല് യേശു കർത്താവ് ഇതറിഞ്ഞു വളരെ മനസ്സ് വിഷമിച്ചിട്ട് ഒരു നിർജ്ജന സ്ഥലത്തേക്ക് യേശു കർത്താവ് വാങ്ങിപ്പോയി എന്ന് നമുക്ക് കാണാം. പക്ഷെ പുരുഷാരം അപ്പോഴും വിട്ടിട്ടില്ല. പുരുഷാരം പിൻചെന്ന് ഇവര് വളരെ കർത്താവിനെ പിൻചെല്ലുന്നത് കൊണ്ട് കർത്താവിന് എന്ത് തോന്നി? ഒരു വിഷമം, ഒരു മനസ്സലിവ് തോന്നി ഇവരോട്. അതുകൊണ്ട് ഇവരെ ഉപദേശിച്ച് സമയം ഏറെയായി. ഇവർക്ക് വിശന്നപ്പോ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം അറിയുന്നുണ്ടാ, ഞാൻ വളരെ പെട്ടെന്ന് പറയുന്നത്. ഇവർക്ക് വിശന്നപ്പോ 5 അപ്പവും 2 മീനും കൊണ്ട് ഇവരെ നന്നായി പോഷിപ്പിച്ചു. കാര്യങ്ങളൊക്കെ നല്ല ഉഷാറായി നടന്നു. 12 കൊട്ടയെടുത്ത് നിറച്ചു. ഈ അത്ഭുതങ്ങളൊക്കെ ചെയ്യുമ്പോൾ ശിഷ്യന്മാരൊക്കെ കൂടെയുണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ഇവരെ പറഞ്ഞയക്കുന്നതിനിടെ, ഈ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടെ യേശു കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പടകിൽ കയറി അക്കരയ്ക്ക് പോകണം. ഇപ്പൊ ഇവിടെ ഇവരെ പറഞ്ഞയക്കുന്നേ ഉള്ളൂ. അതിനിടയ്ക്ക് ധൃതി കൂട്ടി ഇവരോട് പറയാൻ, നിങ്ങളൊന്ന് പോകണം, ഇവിടുന്ന് അക്കരയ്ക്ക് പൊക്കോ എന്ന് പറഞ്ഞു. ഇവരെ ഉടനെ നിർബന്ധിച്ച് അയച്ചു എന്ന് അവിടെ എഴുതിയിരിക്കുന്ന. വല്ലാണ്ട് അങ്ങ് നിർബന്ധിച്ച് ഇവരെ കയറ്റി അയച്ചു. ഇവര് ഈ പടകിൽ കയറി ഇവരെ അക്കരയ്ക്ക് പൊക്കോണ്ടിരിക്കുക. യേശു കർത്താവ് പ്രാർത്ഥിക്കാനായി കടന്നു പോകുന്നു. പ്രാർത്ഥിച്ച് വളരെ ഏറെയായി. വൈകുന്നേരമായപ്പോൾ യേശു കർത്താവ് വന്നു നോക്കിയപ്പോൾ പടകങ്ങ് വളരെയധികം ദൂരെയായപ്പോൾ യേശു കർത്താവ് എന്ത് ചെയ്തു? കടലിൻ മീതെ നടന്ന് ഇവരുടെ അടുക്കലേക്ക് ചെന്നു. കടലിൻ മീതെ നടന്ന് ഇവരുടെ അടുക്കലേക്ക് ചെന്നപ്പോ പത്രോസ് കൂടെയുള്ള ശിഷ്യന്മാരും എല്ലാ ശിഷ്യന്മാരും കൂടെ ആകെ നിലവിളിച്ചു, ഭൂതം എന്ന് പറഞ്ഞ് വിളിക്കുക. അത്ഭുതമൊക്കെ കണ്ട് 12 കൊട്ടയൊക്കെ നിറച്ചവരാ. യേശു കർത്താവ് ഒന്ന് രാത്രി കടലിൽ മീതെ നടന്നു വന്നപ്പോ ഭൂതം എന്നാ വിളിച്ചത്. യേശു കർത്താവ് പറഞ്ഞു, ഞങ്ങൾ ഭയപ്പെടേണ്ട, ഞാനാകുന്നു എന്ന് പറഞ്ഞ് ധൈര്യമായിട്ടിരിക്കെ. അപ്പൊ പത്രോസ് പറഞ്ഞൊരു ചോദ്യവാ, നീ ആകുന്നെങ്കിൽ നിന്റെ അടുക്കലേക്ക് വരാൻ ഞങ്ങൾക്ക് പറ്റണം, എനിക്ക് പറ്റണം, ഞാനൊന്ന് നടന്നു വന്നോട്ടെ. കടല് നല്ല പോലെ അറിയുന്നവനാ. കർത്താവ് പറഞ്ഞു, വായോ എന്ന് പറഞ്ഞു. ഇറങ്ങി ചെന്നപ്പോ എന്താ സംഭവിച്ചെന്നറിയോ? ഇദ്ദേഹം മുങ്ങിപ്പോവാൻ കാരണം എന്താ? അദ്ദേഹത്തിന്റെ അവിശ്വാസ നിമിത്തമാണ്. സംശയിച്ചു അല്ലെ? ആരെയാ സംശയിച്ചേ? യേശു കർത്താവിനെ സംശയിച്ചു. യേശു കർത്താവിനെ ഒന്ന് സംശയിച്ചു. ചിലർക്കൊക്കെ യേശു കർത്താവിന് ഭയങ്കര സംശയവാ. ഇത് ചെയ്യുവോ? ഇത് നടക്കുവോ? വിളിച്ചൊക്കെ ഇറക്കി കർത്താവ്. ഭയങ്കര പ്രോമിസ് ഒക്കെയാ തന്നിരിക്കുന്നത്. കഴിഞ്ഞ നിമിഷം വരെയും പ്രോമിസാ. പക്ഷെ ഇതൊക്കെ നടക്കുവോ? സംശയങ്ങളാ. സംശയിച്ചത് കൊണ്ട് മുങ്ങിപ്പോയപ്പോഴും വിളിക്കുന്ന കർത്താവിനെ, യേശു കർത്താവെ ഒന്ന് രക്ഷിക്കണേന്ന്. കർത്താവ് പറഞ്ഞു, നീ എന്തിനാ സംശയിച്ചത് കൊണ്ടല്ലേ ഇത് സംഭവിച്ചത്. ഈ രാത്രികാലം കർത്താവ് നമ്മളോട് പറയുന്നത് സംശയിക്കരുത്. നിങ്ങളൊന്ന് നോക്കിയേ, സംശയിക്കാതെ വിശ്വസിച്ച ഒരു വ്യക്തിയെ ഞാനൊന്ന് പരിചയപ്പെടുത്തി. മത്തായി 15:21 ഒന്ന് വായിക്കാമോ? മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം. യേശു അവിടെ വിട്ട് സോർ സീദോൻ എന്ന പ്രദേശങ്ങളിലേക്ക് വാങ്ങിപ്പോയി. ആ ദേശത്തു നിന്ന് ഒരു കനാന്യ സ്ത്രീ വന്ന് അവനോട്, കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എന്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. ആമേൻ, ഹല്ലേലൂയ. ഒരു സ്ത്രീ വന്ന് കർത്താവിന്റെ അടുക്ക വന്ന് പറയുക, കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എന്റെ മകൾക്ക് ഭൂതോപദ്രവം അതികഠിനമായിരിക്കുന്നു. ഈ സ്ത്രീ എവിടെ നിന്നുള്ള സ്ത്രീയാണെന്നറിയോ? കനാന്യ സ്ത്രീയാ. ഭയങ്കരമായിട്ട് നിലവിളിച്ച് കരയാ. നമ്മളാണെങ്കിലും ഇത്രത്തോളം കരയുന്നവരെ ഒന്ന് നോക്കൂ അല്ലെ? ഇത്രത്തോളം സങ്കടപ്പെട്ട് കരയുന്ന നമുക്കൊക്കെ വലിയ മനസ്സലിവുള്ളവരായതുകൊണ്ട് ആരെങ്കിലും വന്ന് കരഞ്ഞൊക്കെ കാര്യം പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് അവരെ ഒന്ന് ശ്രദ്ധിക്കും. പക്ഷെ യേശു കർത്താവ് അവളെ മൈൻഡ് ചെയ്തില്ല. അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? യേശു കർത്താവ് അവളെ ശ്രദ്ധിച്ചതുപോലുമില്ല എന്ന്. അത് മാത്രമല്ല, ഈ ശിഷ്യന്മാര് വന്നിട്ട് പറഞ്ഞു, അവള് കരഞ്ഞ് ബഹളം ഉണ്ടാക്കുക, അവള് നിലവിളി കൂട്ടുക, എന്തെങ്കിലും ഒരു മറുപടി അവളോട് പറയുമെന്ന് പറഞ്ഞു. അപ്പൊ യേശു കർത്താവ് പറയാ, എന്താ പറഞ്ഞിരിക്കുന്നത് അവിടെ?
ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്ക് അല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്നാ പറഞ്ഞത്. അപ്പൊ ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കാ എന്നെ അയച്ചിരിക്കുന്നത്, അല്ലാതെ ഇവരുടെ അടുക്കലേക്കല്ല. അത് മാത്രമല്ല, ഞാൻ വായിച്ചതില് യേശു കർത്താവ് ഇങ്ങനെ നികൃഷ്ടമായിട്ട് ഒരു വ്യക്തിയോട് സംസാരിച്ചതായി ഞാൻ കേട്ടിട്ടേയില്ല. യേശു കർത്താവ് പറഞ്ഞെന്താണെന്നറിയോ? വായിച്ചേ ഒന്ന്, അതിന്റെ താഴോട്ടുള്ള വാക്യം ഒന്ന് വായിച്ചേ. അതിന് അവൻ, ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് ഉത്തരം പറഞ്ഞു. എന്നാൽ അവൾ വന്ന്, കർത്താവേ, എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. അവനോ, മകളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന് ഉത്തരം പറഞ്ഞു. മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് വിഹിതമല്ല എന്ന് കർത്താവ് പറഞ്ഞു. ഇത്ര നികൃഷ്ടമായിട്ട് അവളെ നായ്ക്കുട്ടി എന്നാ പറഞ്ഞു. നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്നത് വിഹിതമല്ല, നായ് എന്ന് പറഞ്ഞതിന് തുല്യമാ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞ് ഒരിടത്തും ഞാൻ ഇതുപോലെ വായിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഒരിടത്തും വായിച്ചിട്ടില്ല യേശു കർത്താവ് ഇത്ര നികൃഷ്ടമായി ആരോടെങ്കിലും സംസാരിച്ചോ എന്ന്. ഇവള് ആകെ തകർന്നു നിൽക്കുക. ആകെയുള്ളൊരു മോള. അവൾക്കാണെങ്കിൽ ഭൂതോപദ്രവം കാരണം അവൾ ആകെ പ്രശ്നം ഉണ്ടാക്കുക. യേശു കർത്താവിനോട് വന്ന് പറഞ്ഞപ്പോ യേശു കർത്താവ് പറഞ്ഞത്, എന്നെ നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചിട്ടില്ല. അത് മാത്രമല്ല, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്നത് വിഹിതമല്ല എന്ന് പറഞ്ഞു. അവൾ ആകെ തകർന്നു കാണും അല്ലെ. ഇന്നിപ്പോ നമ്മൾ ആരെങ്കിലും ഒരു വിഷയം പറഞ്ഞ് ദേവദാസന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്, ഒരു എക്സാമ്പിൾ. അപ്പൊ ഇദ്ദേഹം പറയാണ്, ഞാൻ നായ്ക്കളുടെ വിഷയം പ്രാർത്ഥിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ ഇരിക്കോ? അപ്പൊ നമ്മൾ എന്തോ ചെയ്യും? ഇപ്പൊ ലൈവ് ഒക്കെ ഉണ്ടല്ലേ, നമ്മള് ഒരു ലൈവ് ഇടും, ഇയാളെന്നെ നായെന്ന് വിളിച്ചു അല്ലെ. അങ്ങനെയൊക്കെ ഭയങ്കര വിഷയങ്ങൾ ഉണ്ടാകുന്ന കാലഘട്ടമാണ്. പക്ഷെ അവൾ എന്തോ ചെയ്തെന്നറിയാമോ? അവൾ ആ കാലെ ചുറ്റി പിടിച്ച് കരഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അവളൊന്ന് നല്ലപോലെ കരഞ്ഞു. കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് വീണിട്ട് അവള് പറഞ്ഞെന്താണെന്നറിയോ? യജമാനന്റെ മേശയെങ്കിൽ നിന്ന് വീഴുന്നില്ലേ, അപ്പം നുറുക്കെങ്കിലും വീഴില്ലേ, അതെങ്കിലും എനിക്ക് കിട്ടില്ലേ? ഹല്ലേലൂയ. ആ അപ്പം നുറുക്കെങ്കിൽ എനിക്ക് എന്താ, അതിനുള്ള അവകാശമെങ്കിലും എനിക്കുണ്ട്. ആ അപ്പം നുറുക്കിന്റെ അവകാശമെങ്കിലും എനിക്ക് കിട്ടും എന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞു, നിന്റെ വിശ്വാസം വലിയതെന്നാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വലിയ വിശ്വാസം, വലിയ വിശ്വാസം. സംശയിച്ചു. കഴിഞ്ഞ ദിവസം 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേർക്ക് കൊടുത്തത് കണ്ട പത്രോസ് പോലും ഒന്ന് സംശയിച്ചു. പക്ഷെ ഇതൊന്നും കാണാതെ വന്ന സ്ത്രീ എന്താ പറയുന്നതെന്നറിയോ? കേട്ട് കേൾവിയേ ഉണ്ടായിരിക്കുള്ളൂ, അറിയില്ല. പലരുടെ അത്ഭുതങ്ങൾ കേട്ടായിരിക്കും വന്നത്. പക്ഷെ നികൃഷ്ട എന്ന് പറഞ്ഞ് തള്ളിയപ്പോഴും ഉപേക്ഷിച്ചു പോകാൻ അവൾ തയ്യാറായിരുന്നില്ല. അവള് ദൈവസന്നിധിയോട് ചേർന്ന് നിന്ന്, ദൈവത്തോട് അവൾ ചേർന്ന് നിന്ന് അവള് കരഞ്ഞുകൊണ്ട് കർത്താവിനോട് പറഞ്ഞത് എന്താണെന്നറിയോ? എനിക്ക് നിന്റെ നന്മയിന്ന് എന്തെങ്കിലും ഒന്ന്, എന്റെ കുഞ്ഞിനൊന്ന് സൗഖ്യം മാത്രം, വേറെ അധികമായൊന്നും ആഗ്രഹിക്കുന്നില്ല. എന്റെ കുഞ്ഞിന്ന് രാത്രികാലം സൗഖ്യമാകണം. യേശു കർത്താവ് അവളോട് പറഞ്ഞു, നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്നത് വിഹിതമല്ല. പക്ഷെ അവൾ ആ വാക്കിൽ തകർന്നു പോകാതെ യേശു കർത്താവിന്റെ കാൽ കീഴിരുന്ന് കരഞ്ഞപ്പോൾ അവൾക്ക് വലിയൊരു നന്മ കിട്ടി അല്ലെ. നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ഈ രാത്രികാലം നമ്മൾ എന്തോ ഇതിലായിരിക്കുന്നു, നമ്മൾ എന്തോ പ്രയാസത്തിലായിരിക്കുന്നു, നമ്മൾ എന്തോ പ്രശ്നത്തിലായിരിക്കുന്നു, നമുക്ക് ഇന്ന് രാത്രികാലം ചെന്ന് പറയാൻ ആരാ ഉള്ളത്? ഹല്ലേലൂയ. നമുക്കൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാല് ആരെങ്കിലും നമ്മളെ സഹായിക്കാനായിട്ട് വരുവോ? നമ്മളൊക്കെ വിവിധ രാജ്യങ്ങളിൽ, വിവിധ സ്ഥലങ്ങളിൽ, ഇപ്പൊ നാട്ടിലാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായി ആരെങ്കിലുമൊക്കെ നമ്മളെ സഹായിക്കാൻ വരുമായിരിക്കും. ബന്ധുക്കൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ പിന്നെ വല്ല MLA യോ മന്ത്രിയോ ഒക്കെ ആരുടെയെങ്കിലും ഇതിലൊക്കെ നമുക്ക് വരാം. പക്ഷെ ഈ രാജ്യത്തൊക്കെ, ഞങ്ങളായിരിക്കുന്ന രാജ്യത്തൊക്കെ ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി ആരും വരാനില്ല. ഹല്ലേലൂയ. ഇതുപോലെയൊക്കെ പല രാജ്യങ്ങളായിരിക്കുന്നവർക്ക് ആരും വരാനില്ല. കർത്താവല്ലാതെ, നമ്മളെ പോലുള്ളവർക്ക് ഉറപ്പിച്ചു പറയാം, കർത്താവല്ലാതെ നമുക്ക് ആരുമില്ല ഇവിടെ. എന്തെങ്കിലും വലിയ പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും ഒക്കെ ഞങ്ങൾ പെട്ടുപോയാല് കർത്താവല്ലാതെ രക്ഷിക്കാൻ ആരുമില്ലെന്നേ. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഞങ്ങൾ അങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ വലിയ പ്രയാസങ്ങളിലൂടെ കടന്നുപോയി, വലിയ പ്രശ്നങ്ങളിൽ കടന്നുപോയി. പക്ഷെ അപ്പോഴും ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, കർത്താവ് ഞങ്ങളുടെ കൂടെയുണ്ട്. കർത്താവില്ലെങ്കിൽ പിന്നെ ഞങ്ങളില്ല. ഹല്ലേലൂയ. അങ്ങനെ ഇവളെന്താ പറഞ്ഞെന്നറിയോ? നായ്ക്കുട്ടികളും യജമാനന്റെ മേശയിൽ നിന്ന് വീഴുന്നത് ഭക്ഷിക്കുന്നുണ്ടല്ലോ. കർത്താവെ, ഞങ്ങൾക്കിന്ന് രാത്രികാലം അങ്ങയുടെ മേശയിൽ നിന്ന് വീഴുന്നെങ്കിലും മതി.
ആ ഒരു വിശ്വാസത്തോടെ ആയിരിക്കുന്നു നിങ്ങളൊന്ന് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. കർത്താവെ, നിന്റെ മേശയെന്ന് വീഴുന്നതെങ്കിലും കിട്ടിയാൽ മതി. ആ മേശയിൽ ഇരുന്ന് കഴിക്കാനുള്ള യോഗ്യതയൊന്നും ഞങ്ങൾക്കില്ല, പക്ഷെ അവിടെ നിന്ന് വീഴുന്നത് എന്തേലും ഒന്ന് ഇന്ന് രാത്രികാലം ഞങ്ങൾക്ക് ലഭിക്കണം. അവിടെ നിന്ന് എന്തെങ്കിലും ഒന്ന് ഞങ്ങൾക്ക് കിട്ടി ഞങ്ങളെ ഒന്ന് അനുഗ്രഹിക്കണം. വിശ്വാസത്തില് നിങ്ങളൊന്ന് ഉറച്ചാട്ടെ. കർത്താവ് പറഞ്ഞത് എന്താ? നിന്റെ വിശ്വാസം പോലെ, വലിയ വിശ്വാസമാണ് ഉണ്ടായിരുന്നത്, വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. മറ്റൊരു ഭാഗത്തേക്ക് കടന്നു ചെന്നാല് കർത്താവ് മത്തായി എഴുതിയ സുവിശേഷം 16:13 മുതൽ ഒന്ന് വായിക്കാമോ? യേശു ഫിലിപ്പിന്റെ കൈസരുടെ പ്രദേശത്ത് എത്തിയ ശേഷം തന്റെ ശിഷ്യന്മാരോട് ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചു. ചിലർ യോഹന്നാൻ സ്നാപകനെന്നും മറ്റു ചിലർ ഏലിയാവെന്നും വേറെ ചിലർ ഇരമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്നും പറയുന്നു എന്ന് അവർ പറഞ്ഞു. ആമേൻ, സ്തോത്രം. കർത്താവ് ഫിലിപ്പിയിലെ കൈസരുടെ പ്രദേശത്തെത്തിയതിനു ശേഷം ശിഷ്യന്മാരോട് ചോദിച്ചു, ജനങ്ങൾ എന്നെ കുറിച്ച് ആർ എന്ന് പറയുന്നു എന്ന് ചോദിച്ചു. ഹല്ലേലൂയ. ജനങ്ങൾ എന്നെ കുറിച്ച് ആർ എന്ന് പറയുന്നു എന്ന് ചോദിച്ചു. ഇവർ പെട്ടെന്ന് ഇതിലുള്ള ശിഷ്യന്മാരൊക്കെ പറഞ്ഞു, ജനങ്ങൾ നിന്നെ കുറിച്ച് യോഹന്നാൻ സ്നാപകൻ എന്ന് പറയുന്നു, ഏലിയാവ് എന്ന് പറയുന്നു, പിന്നെ ചിലർ നിന്നെ ഇരമ്യാ പ്രവാചകന്റെ കൂട്ടത്തിലുള്ളവരെന്ന് പറയുന്നു എന്ന് പറഞ്ഞു. കർത്താവ് ഇതൊക്കെ കേട്ടു. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എന്നെ കുറിച്ച് ആർ എന്ന് പറയുന്നു? ഇന്ന് രാത്രികാലം യേശു കർത്താവ് നിങ്ങളോട് ചോദിക്കുന്നതും അത് തന്നെയാണ്. നിങ്ങൾ എന്നെ കുറിച്ച് ആർ എന്ന് പറയുന്നു? യേശു കർത്താവിനെ കുറിച്ച് നിങ്ങൾ എന്താണെന്ന് പറയുന്നത്? യേശു കർത്താവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? കഴിഞ്ഞ ദിവസങ്ങളുടെ നിങ്ങളുടെ വിഷയങ്ങളെല്ലാം വെച്ചിട്ട്, കഴിഞ്ഞ നാളുകളിലെ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം നോക്കിയിട്ട് യേശു കർത്താവ് ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന ആളെന്നാണോ പറയുന്നത്? പ്രൈസ് ദി ലോർഡ്. ഞങ്ങളെ കർത്താവ് രക്ഷിക്കില്ല ഒരു കാലത്തും എന്നാണോ പറയാനുള്ളത്? എന്താ പറയാനുള്ളത്? ഉടനെ പത്രോസ് ഒരു മറുപടി പറഞ്ഞു കേട്ടോ. ഈ ശിഷ്യന്മാരെല്ലാം അത്ഭുതങ്ങൾ കണ്ടു, അതിശയങ്ങൾ കണ്ടു, ഈ പുരുഷാരം തിങ്ങി വരുന്നൊക്കെ കണ്ടു, എല്ലാം കണ്ടതാ. പക്ഷെ ശിഷ്യന്മാരെല്ലാം മിണ്ടാതിരുന്നപ്പോൾ പത്രോസ് പറഞ്ഞത് എന്താണെന്നറിയാമോ? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. നല്ലൊരു വെളിപ്പാടാ. ആമേൻ. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു, ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് നീ. നിന്നെക്കുറിച്ച് മറ്റുള്ളവരെന്ത് പറയുന്നെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാനിതാ പറയുന്നത്. കർത്താവ് പറഞ്ഞു, ഇത് ജഡരക്തങ്ങളൊന്നും നിനക്ക് വെളിപ്പെടുത്തി തന്നതല്ല, നിനക്കിത് വെളിപ്പെടുത്തി തന്നത് സ്വർഗസ്ഥനായ ദൈവമാണെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ ഈ കൂടെയുള്ളവർക്കൊന്നും ഇത് മനസ്സിലായില്ലേ? നമ്മുടെ കൂടെ അനേകര് കാണും, അവർക്കൊന്നും ചിലപ്പോ നമ്മളെ കുറിച്ച് വലിയ പിടുത്തം കാണത്തില്ല. ഇടയ്ക്കൊക്കെ അവരോട് ചോദിക്കണം, നിങ്ങൾ എന്നെ കുറിച്ച് ആരെന്ന് പറയുന്നു എന്ന് ചോദിക്കണം. അപ്പോ അവർക്ക് പറയാനുള്ളതൊക്കെ അവർ പറയും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അങ്ങനെയല്ല, നിങ്ങൾ അവരോട് ചോദിക്കണം, നിങ്ങൾ എന്നെ കുറിച്ച് എന്ത് പറയുന്നു? അപ്പൊ അവരെന്താ പറഞ്ഞതെന്നറിയോ? അവർക്ക് ആർക്കും അറിയില്ല. അവർക്ക് എല്ലാം ജനങ്ങൾ എന്ത് പറയുന്നു എന്ന് ചോദിച്ചാൽ പലതും പറയാനുണ്ടായിരുന്നു, അവർക്കൊന്നും പറയാനില്ലായിരുന്നു. ചിലരൊക്കെ അങ്ങനെ കൂടെ നടക്കുന്നെങ്കിലും അവർക്ക് യാതൊന്നും നമ്മളെ കുറിച്ച് പറയാനില്ല. അത് നല്ല കാര്യമാ, മോശമായിട്ടൊന്നും പറയുന്നില്ലല്ലോ, അതിനായി സ്തോത്രം. പക്ഷെ ഇപ്പൊ എന്താ ചോദിച്ചത്? നിങ്ങൾ എന്നെ കുറിച്ച് ആരെന്ന് പറയുന്നു? പത്രോസ് പെട്ടെന്നൊരു മറുപടി അങ്ങ് പറഞ്ഞു. ഇനി വേറെ എന്തെങ്കിലും വരുന്നതിന് മുന്നേ ഒരു മറുപടി അങ്ങ് പറഞ്ഞത് എന്താ? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് നീ. അപ്പൊ കർത്താവിന് സന്തോഷമായി. ഒരുത്തനെങ്കിലും വെളിപ്പാട് കിട്ടിയല്ലോ. കർത്താവ് ഒരുത്തിനെങ്കിലും ഇതിനകത്ത് കണ്ടിരുന്നല്ലോ. ദൈവം ഇവനെ ഒരുത്തിനെങ്കിലും ഇതിനകത്ത് വേർതിരിച്ചിരുന്നല്ലോ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നിങ്ങൾ പറ, നിങ്ങളുടെ വിഷയം എന്താ? രോഗസൗഖ്യമാണോ? കടഭാരമാണോ? കുഞ്ഞുങ്ങളുടെ വിവാഹമാണോ? അവരുടെ പഠിത്തമാണോ? ജോലി വിഷയങ്ങളാണോ? നിങ്ങൾ എന്നെ കുറിച്ച് ആര് എന്താ പറയുന്നത്? കർത്താവ് ചോദിക്കുക, ഐ എം എ ഹീലർ, ഈസ് ഐ എം എ സേവിയർ. എന്താ നിങ്ങൾ എന്നെ കുറിച്ച് പറയുന്നത്? കർത്താവ് ചോദിക്കാം നിങ്ങളോട്. ഇന്ന് രാത്രികാലം പറ, നീ ഞങ്ങളുടെ എല്ലാം കർത്താവേ. ഹല്ലേലൂയ. നീ സർവത്തിനും ഉടയവനാ, നീ സർവത്തിനും ഉപരിയായി ഞങ്ങളെ സ്നേഹിക്കുന്നവനാ, സർവത്തിനും ഞങ്ങൾക്ക് മതിയായവനാ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നീ ഞങ്ങൾക്ക് വേണ്ടി സർവവും ചെയ്തവനാ. ഹല്ലേലൂയ. രാത്രികാലം കർത്താവിനോട് നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ചെന്ന് പറയാം. നമുക്ക് വേണ്ടിയിട്ട് സർവവും സഹിച്ചവനാ യേശു കർത്താവ്. പത്രോസ് പറഞ്ഞു, പത്രോസിന്റെ ഈ 1-ാം ലേഖനം ഞാൻ വായിച്ചിട്ട്, കർത്താവെ, പത്രോസിനെ കുറിച്ച് ഞാൻ എന്താ പറയാ? കർത്താവ് പറഞ്ഞു, എടുത്തുചാട്ടക്കാരനാ, കുറച്ച് എടുത്തുചാട്ടമൊക്കെ കൂടുതലാ പത്രോസിന്, കുറച്ച് അധികം മറുപടി പറയുന്നവനാ, ഇതൊക്കെ അത്ഭുതങ്ങൾ കണ്ടിട്ട് എന്നെ തള്ളി പറഞ്ഞവനാന്നേ, എന്നെ പിഞ്ചെന്ന് എന്റെ അങ്ങ് അറ്റം വരെ ക്രൂശിലോളം വന്നിട്ട് എന്നെ തള്ളി പറഞ്ഞവനാ, എന്റെ നന്മകളൊക്കെ അനുഭവിച്ചവനാ, അഭിഷേകവും കൃപകളും പ്രാപിച്ചിട്ട് ദൈവത്തെ തള്ളി പറയുന്ന ചിലരുണ്ട്. ഹല്ലേലൂയ.
നമ്മൾ തള്ളി പറയുന്നവരുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടേക്കരുത്. ഹല്ലേലൂയ. കർത്താവ് എന്താ പറഞ്ഞെന്നറിയോ? ദൈവത്തിന്റെ സ്നേഹം അത്യത്ഭുതമായി ഇവരിലേക്ക് ഇറങ്ങി, ഈ ശിഷ്യന്മാരിലേക്ക് ഇറങ്ങി. അപ്പോസ്തലന്മാരെന്നുള്ള കാറ്റഗറിയിലേക്ക് ഇവർ മാറി. അത്രയും നന്മകൾ അനുഭവിച്ചവരാ. പക്ഷെ ഇവരെന്തോ ചെയ്തു? ഇവരൊരു സമയത്തേക്ക്, നിങ്ങൾ ഇടയനെ വെട്ടുമ്പോൾ നിങ്ങളെല്ലാം പിൻവാങ്ങിപ്പോകും. കർത്താവ് പറഞ്ഞതാ. ഇവർ പിൻവാങ്ങിപ്പോയി. പത്രോസും പിൻവാങ്ങിപ്പോയി. ആ കൂട്ടത്തില് കോഴി കൂകുന്നതിന് മുമ്പ് നീ എന്നെ 3 തവണ തള്ളി പറയൂ എന്ന് പറഞ്ഞ പോലെ തള്ളി പറയുകയും ചെയ്തു. പക്ഷെ അവൻ ആദ്യം ഒരു വെളിപ്പാടുണ്ടായിരുന്നു. വെളിപ്പാടുള്ളവരും ചിലപ്പോൾ തള്ളി പറഞ്ഞെന്നിരിക്കും. പക്ഷെ ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, നമ്മളെ യഥാസ്ഥാനപ്പെടുത്തുന്ന സമയത്തേക്ക് നമ്മൾ കാത്തിരിക്കണം. യഥാസ്ഥാനപ്പെടുത്തുന്ന സമയം വരെയും പത്രോസ് കാത്തിരുന്നു. ഹല്ലേലൂയ. പത്രോസിനെ പോലെ നമുക്കും കർത്താവ് നമ്മളെ യഥാസ്ഥാനപ്പെടുത്തുന്ന കാലം വരെയും കാത്തിരിക്കാം. ഹല്ലേലൂയ. അപ്പോ കർത്താവ് എന്താ പറഞ്ഞെന്നറിയാമോ? ഈ ദിവസം എന്താ പറഞ്ഞത്? നിങ്ങൾക്കൊരു വലിയ വിശ്വാസം വേണം. ആദ്യം ഞാൻ പറഞ്ഞു അനുസരണയുള്ളവരായിരിക്കണം. രണ്ടാമത് ആഴമേറിയ ഒരു വിശ്വാസം, ആഴത്തിലേക്ക് ഇറങ്ങാനുള്ള, ആഴത്തിലേക്ക് വലയിറക്കുക, അല്ലെ, ആഴത്തിലേക്കുള്ള പ്രാർത്ഥന, ആഴത്തിലേക്കുള്ള ശുശ്രൂഷ ഉണ്ടാകണം എന്ന് പറഞ്ഞു. മൂന്നാമതായി ഞാൻ പറഞ്ഞത് നിങ്ങൾ സകലവും വിട്ട് ദൈവത്തെ അനുഗമിക്കണം, സകലതും വിട്ട്. നാലാമതായി ഞാൻ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് അറിയാമോ? നിങ്ങൾ സംശയിച്ചേക്കരുത്. അഞ്ചാമതായി വലിയ വിശ്വാസം നിങ്ങളിൽ ഉണ്ടാകണം, ക്രിസ്തുവിലുള്ള വലിയ വിശ്വാസം നിങ്ങളിൽ ഉണ്ടാകണം. ആറാമതായി എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കർത്താവിനെ കുറിച്ച് ആര് എന്ന് പറയുന്നു, എന്ത് എന്ന് പറയുന്നു? കർത്താവിനെ കുറിച്ച് നിങ്ങൾ ഇന്ന് രാത്രികാലം ഒന്ന് പറഞ്ഞു നോക്കണം. എന്താ നിങ്ങൾക്ക് ഇന്ന് രാത്രികാലം കർത്താവിനെ കുറിച്ച് പറയാനുള്ളത്? കർത്താവ് ആരാ? ജീവനുള്ള ദൈവത്തിന്റെ പുത്രൻ, അല്ലേ? ജീവനുള്ള ദൈവത്തിന്റെ പുത്രൻ എന്ന് പറഞ്ഞാൽ അവൻ ശരിക്കും ദൈവം തന്നെ അല്ലേ? കർത്താവ് ദൈവം തന്നെയാണ്, അല്ലേ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഒന്ന് വായിക്കാമോ നമുക്ക് കർത്താവിനെ കുറിച്ച്? നമ്മുടെ കുറുവാക്യത്തിലേക്ക് ഒന്ന് മടങ്ങി വരാം. നമ്മുടെ കുറുവാക്യത്തെ കുറിച്ച് സംസാരിക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ. 1 പത്രോസ് 1:20-21 നമ്മൾ വായിച്ചത് എന്താ? നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിൽ വെച്ചുകൊള്ളേണ്ടതിന് ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു, അവന് തേജസ് കൊടുത്തുമിരിക്കുന്നു. എന്നാൽ സത്യമനുസരിക്കയാൽ നിങ്ങളുടെ ആത്മാക്കളെ നിർവ്യാജമായ സഹോദര പ്രീതിക്കായി നിർമ്മലീകരിച്ചുകൊണ്ട് ഹൃദയപൂർവം അന്യോന്യം ഉറ്റു സ്നേഹിപ്പിക്കും. അതെ, ആമേൻ, ഹല്ലേലൂയ. ഇവിടെ നമ്മൾ വായിച്ചത് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ മുന്നറിയപ്പെട്ടവനാണ്. ലോകത്തിന് അടിസ്ഥാനം ഇടുന്നതിന് മുമ്പേ യേശു കർത്താവ് ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ലോകസ്ഥാപനത്തിന് മുമ്പേ അവൻ ഉണ്ടായിരുന്നു. എഫീസർക്ക് എഴുതിയ ലേഖനത്തിലാണെന്ന് തോന്നുന്നു, ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ലോക ജനത ഉണ്ടാകുന്നതിന് മുമ്പേ രക്ഷ ഒരുങ്ങിയിരുന്നു എന്ന്. ഹല്ലേലൂയ. അപ്പോൾ എന്താ ദൈവം കണ്ടിരിക്കുന്നത്? ലോക ജനത ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു രക്ഷയുണ്ടായിരുന്നു. ആ രക്ഷ എന്ന് പറയുന്നത് എന്താണ്? ആ രക്ഷ എന്ന് പറയുന്നത് യേശു കർത്താവാണ്. ഇവിടെ എന്താ പറയുന്നത്? ലോകസ്ഥാപനത്തിന് മുമ്പേ മുന്നറിയപ്പെട്ടവനും അവൻ മുഖാന്തരം ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ നിമിത്തം അന്ത്യകാലത്ത് വെളിപ്പെട്ടവനുമാകുന്നു. ഈ അന്ത്യകാലത്ത് നമുക്ക് വേണ്ടി വെളിപ്പെട്ടവൻ. നമ്മൾ ആരിൽ വിശ്വസിക്കുന്നു? ദൈവത്തിൽ വിശ്വസിക്കുന്നു. ദൈവത്തിൽ വിശ്വസിക്കാൻ കാരണം എന്താണ്? യേശു കർത്താവാണ്. യേശു കർത്താവ് മുഖാന്തരമാണ് നാം ദൈവത്തിൽ വിശ്വസിച്ചത്. ഈ കാലഘട്ടത്തിലേക്ക് കർത്താവ് നമുക്ക് വേണ്ടി കരുതിയിരിക്കുന്ന വലിയ വിശ്വാസം, പരിശുദ്ധാത്മാവ് നമ്മുടെ മേല് വരാനുള്ള കാരണം തന്നെ യേശു കർത്താവാണ്. യേശു കർത്താവ് ഈ ലോകത്ത് വന്ന് ക്രൂശമരണം വഹിച്ചിരുന്നില്ല എങ്കിൽ നമുക്ക് എങ്ങനെയാണ് പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കുന്നത്? അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ്? ഇവിടെ ലോകസ്ഥാപനത്തിന് മുമ്പേ അവൻ നമ്മളെ കണ്ടിരുന്നു, അല്ലെ? ലോകത്തിന് അടിസ്ഥാനം ഇടുന്നതിന് മുമ്പേ നമ്മെ കണ്ടിരുന്നു. അപ്പൊ നമുക്ക് വേണ്ടിയിട്ടാണ് അവൻ ഈ ലോകത്ത് വന്നത്. ഈ ലോകത്ത് വന്നിട്ട് വെറുതെ പോവുകയാണോ ചെയ്തത്? ക്രൂശിക്കപ്പെട്ടു, അല്ലെ? നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, നമ്മുടെ മരണത്തിൽ നിന്നുള്ള മോചനത്തിനായി അവൻ ക്രൂശിക്കപ്പെട്ടു. ക്രൂശിക്കപ്പെട്ടതിന് ശേഷം കർത്താവ് നമ്മളോട് പറഞ്ഞു, ഞാൻ മടങ്ങി വരും, വീണ്ടും നിങ്ങളുടെ അടുക്കലേക്ക് മടങ്ങി വരും. ഇത്രയും കാര്യങ്ങള് നമ്മളൊന്ന് ആലോചിച്ചാലോ? ഒന്ന് ആലോചിച്ച് നോക്കേ. നമ്മൾ പത്രോസിനെ കുറിച്ച് പറഞ്ഞല്ലേ? നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു, അനുസരണ പറഞ്ഞു, ആഴത്തിലുള്ള പ്രാർത്ഥനയൊക്കെ നമ്മൾ പറഞ്ഞു. അതിനുശേഷം വിശ്വാസം വേണം, വലിയ വിശ്വാസം വേണം. ഇതൊക്കെ ചെയ്താൽ എനിക്ക് എന്തോ കിട്ടും എന്ന് ചോദിച്ചില്ലേ? ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് കിട്ടും. ഇതൊക്കെ ഈ കാലഘട്ടത്തിലൂടെയാ പത്രോസ് കടന്നുപോയത്. അനുസരണയുള്ളവനായി മാറി, കർത്താവ് പറയുന്നൊക്കെ കേട്ടു, ആഴത്തിലുള്ള പ്രാർത്ഥന അവനുണ്ടായിരുന്നു. അതിനുശേഷം അവൻ കുറച്ച് കർത്താവിനെ ഒന്ന് പിൻചെന്നു, കുറച്ചൊന്ന് മാറിപ്പോയി. ഒക്കെ ആണെങ്കിലും അവനെ യഥാസ്ഥാനപ്പെടുത്തി. അതിനുശേഷം അവൻ എന്തോ കൊടുത്തത്? വെളിപ്പാട് കൊടുത്തു. ഈ ഉപവാസ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് എന്താ വേണ്ടത്? വെളിപ്പാടാ വേണ്ടത്. ആരെ കുറിച്ചുള്ള വെളിപ്പാട്? ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട്. നിങ്ങൾ ഓരോരുത്തരും പ്രാപിക്കേണ്ടത് എന്താണ്? യേശു കർത്താവിനെ കുറിച്ചുള്ള വെളിപ്പാടാണ് നിങ്ങൾ പ്രാപിക്കേണ്ടത്. ഹല്ലേലൂയ.
ഹാലലൂയ. അവൻ ആരാണെന്നുള്ള വെളിപ്പാട്, നിത്യതയെക്കുറിച്ചുള്ള വെളിപ്പാട്. വെറുതെ വന്നിരുന്ന പാടി പ്രാർത്ഥിച്ചു നമ്മുടെ ജീവിതം ഇങ്ങനെ കഴിച്ചു പോകാനല്ല. യേശു കർത്താവ് ആരാണ്, അവൻ നമുക്ക് വേണ്ടി എന്താണ് ചെയ്തത്, അത് മറ്റുള്ളവരിലേക്ക് കൂടെ പകർന്നു കൊടുക്കാനുള്ള ഒരു ആത്മീക അഭിഷേകം ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രാപിക്കണം. അത് മാത്രമല്ല, ആ വെളിപ്പാടിന്റെ മുമ്പില് നമ്മൾ സഞ്ചരിക്കണം. നമ്മൾ ചിലപ്പോഴൊക്കെ ആഗ്രഹിക്കും, നമുക്കൊന്ന് നമ്മുടെ ഫ്യൂച്ചർ എന്തായിരിക്കും, വാട്ട് അബൌട്ട് അവർ ഫ്യൂച്ചർ, എന്ത് നമുക്ക് സംഭവിക്കും, നമ്മുടെ ശുശ്രൂഷകൾ എങ്ങനെയായിരിക്കും, അല്ല നമ്മളോട് പ്രാർത്ഥിക്കാൻ വരുന്ന ഒരു വ്യക്തിയെ കുറിച്ച് നമ്മൾ എന്താ പറയേണ്ടത്, നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിക്കാറില്ലേ? അതിനെന്തോ വേണ്ടത്, നമുക്ക് വെളിപ്പാടാ വേണ്ടത്. ഹാലലൂയ. നമുക്കൊരു ദർശനമാവേണ്ടത്. കർത്താവിനോട് ചോദിക്കുക. ഈ രാത്രി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിനോട് ചോദിക്കുക, എനിക്ക് ആ വെളിപ്പാട് വേണം യേശു കർത്താവേ, എനിക്ക് നിന്നെ കുറിച്ചുള്ള വെളിപ്പാട് വേണം, എനിക്ക് എന്നെ കുറിച്ച് അറിയണം, എനിക്ക് എന്റെ സഹോദരങ്ങളോട് പറയാന്, എനിക്ക് എന്റെ സഭയ്ക്ക് വേണ്ടി പറയാന്, എന്നോട് പ്രാർത്ഥിക്കാൻ വരുന്നവർക്ക് വേണ്ടി പറയാൻ എനിക്കൊരു ആഴമേറിയ വെളിപ്പാട് വേണം. ഹാലലൂയ. ആഴമേറിയ വെളിപ്പാട് പ്രാപിച്ചാല് നമ്മൾ ഈ ദൈവത്തെ വിട്ട് എങ്ങോട്ട് മാറിപ്പോകാൻ നമുക്ക് തോന്നില്ല. ഹാലലൂയ, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ വെളിപ്പാട് പ്രാപിച്ചത് കൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ്, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുക, എന്താ യേശു കർത്താവിനെ പറ്റി പറഞ്ഞത്? ഒന്ന് വായിക്കാമോ നിങ്ങൾക്ക്? പ്രൈസ് ദി ലോർഡ്. ഹാലലൂയ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 6, 7, 8, 9 വാക്യങ്ങളൊന്ന് വായിക്കാമോ? ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 6, 7, 8. അവൻ ദൈവസ്വരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിന്റെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്താ ഇവിടെ പറയുന്നത്? അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ വേഷത്തിൽ മനുഷ്യനായി ഈ താണ ലോകത്തേക്ക് ഇറങ്ങി വന്നു. ഹല്ലേലൂയ. വേഷത്തിൽ മനുഷ്യനായി, അതല്ലേ യേശു കർത്താവ്? ആമേൻ. മാത്രമല്ല അനുസരണമുള്ളവനായി തീർന്നു. അതല്ലേ പത്രോസിനോട് കർത്താവ് പറഞ്ഞു, നീ ഒന്ന് അനുസരിക്കുന്നു, അല്ലേ? നല്ല അനുസരണയായിരുന്നു കർത്താവ് നമുക്ക് കാട്ടി തന്നത്. കർത്താവ് എങ്ങനെയാ അനുസരണ കാട്ടിയത്? ക്രൂശിലെ മരണത്തോളം അനുസരണയുള്ളവനായിരുന്നു. ക്രൂശിലെ മരണത്തോളം എന്തായിരുന്നു? അനുസരണമുള്ളവനായിരുന്നു. ദൈവമാണ്, പക്ഷെ ദൈവത്തോടുള്ള സമത്വം ഒന്നും മുറുകെ പിടിച്ചില്ല. ഞാൻ ദൈവമാണെന്ന് പറഞ്ഞ് അവിടെ ഇരുന്നെങ്കിലും നമുക്ക് രക്ഷ വരുമായിരുന്നോ? യഹൂദന്മാർക്ക് വേണ്ടി മാത്രമായി ഒരുക്കിയ രക്ഷ സകല ജാതികളിലേക്കും വന്നത് ദൈവത്തിന്റെ മനസ്സലിവല്ലേ? ഹല്ലേലൂയ. ആ മനസ്സലിവോർത്ത് കർത്താവ് പറയുക, പൗലോസ് അപ്പോസ്തലൻ കണ്ട വെളിപ്പാട് ഇതാണ്. എന്താണ്? അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ വേഷത്തിൽ മനുഷ്യനായി ഈ ഭൂമിയിലേക്ക്, താണ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ഹല്ലേലൂയ. നമുക്ക് ഓരോരുത്തർക്കും രക്ഷയ്ക്കായിട്ട് യേശു കർത്താവ് ഇറങ്ങി വന്നു. യേശു കർത്താവ് നമുക്ക് രക്ഷയ്ക്കായിട്ട് മാത്രമല്ല, പിന്നെന്താ ചെയ്തേ? ക്രൂശ് മരണം വഹിച്ചു. നിത്യത എന്ന വലിയ സമാധാനം നമ്മളിലേക്ക് തന്നു. മരണത്തിൽ നിന്ന്, നിത്യമരണത്തിൽ നിന്ന് നമുക്ക് വിടുതൽ തന്നു. അതുപോലെ തന്നെ നമ്മൾ വായിച്ചു നോക്കിയാല് യോഹന്നാനെ കുറിച്ച് നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞാല് യോഹന്നാൻ ഒരു വെളിപ്പാട് കണ്ടില്ലേ? പ്രൈസ് ദി ലോർഡ്. വായിക്കാമോ? യോഹന്നാൻ വെളിപ്പാട് അതിന്റെ 1-ാം അധ്യായം 17-ാമത്തെ വാക്യം. വെളിപ്പാടിന്റെ പുസ്തകം 1-ാം അധ്യായം 17-ാമത്തെ വാക്യം. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. അവൻ വലം കൈ എന്റെ മേൽ വെച്ചു. ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിക്കാനിരിക്കുന്നതും എന്റെ വലം കൈയിൽ കണ്ട 7 നക്ഷത്രത്തിന്റെ മർമ്മവും 7 പൊൻനിലവിളക്കിന്റെ വിവരവും എഴുതുക. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു. 7 നിലവിളക്ക് 7 സഭകളാകുന്നു എന്ന് കൽപ്പിച്ചു. ആമേൻ, സ്തോത്രം. ഇവിടെ യോഹന്നാനായ അപ്പോസ്തലൻ അദ്ദേഹത്തെ എന്തോ ചെയ്തു എന്നറിയോ?
വന്ധ്യവയോധികനായ ഈ മനുഷ്യനെ പത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തുകയാണ്. ഈ മനുഷ്യൻ അവിടെ ചരിത്ര ഭാഗങ്ങളിൽ വായിച്ചിട്ടുണ്ട് ഞാൻ. ഇദ്ദേഹത്തെ കൊല്ലാനായി നോക്കിയിട്ട് വാളുകൊണ്ട് വെട്ടിയിട്ട് ഇദ്ദേഹത്തിന്റെ ശരീരം മുറിഞ്ഞില്ല, ഇദ്ദേഹത്തിനെ കൊല്ലാനായില്ല. കൊല്ലാനാവാതെ ഇത്രയും പ്രായമായ മനുഷ്യനാണ്, ഇദ്ദേഹം കാരാഗ്രഹത്തിലായിരുന്നു ദീർഘകാലം. എങ്കിലും പിന്നെയും ഇദ്ദേഹത്തിനെ കൊല്ലാനായി എത്രയോ വട്ടം ശ്രമിച്ചിട്ടും കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഇദ്ദേഹത്തിന് അവസാനം എങ്ങനെയെങ്കിലും ചത്തുപോട്ടെ എന്ന് പറഞ്ഞാണ് ഈ മനുഷ്യനെ ഈ പത്മോസ് എന്ന ദ്വീപിലേക്ക് നാട് കടത്തുന്നത്. ആ പത്മോസിന്റെ വളരെ ക്രൂരമായ ചില വിവരണങ്ങള് ഞാൻ ചില ആർട്ടിക്കിൾസിലൊക്കെ വായിച്ചിട്ടുണ്ട്. വളരെ വളരെ സഹതാപം നമുക്ക് തോന്നും. ഒരു വ്യക്തിക്ക് അവിടെ ജീവിക്കാൻ കഴിയുന്ന സിറ്റുവേഷൻസ് ഒന്നുമല്ല. അത്രയും ക്രൂരമായ ഒരു സിറ്റുവേഷനിലേക്ക് ഈ മനുഷ്യനെ തള്ളിയിടുകയാണ്. ഇദ്ദേഹം അവിടെ കിടന്നിട്ട് അദ്ദേഹത്തിന് അറിയാം, ഇനി ഇതെന്റെ എൻഡാണ്, ഈ ദിവസത്തോടെ ഞാൻ അവസാനിച്ചു. കഴുകന്മാര് ഇദ്ദേഹത്തെ കൊത്തിപ്പറിക്കാനായിട്ട് നിന്നു എന്നാണ് ഗ്രന്ഥകാരിൽ ചിലര് ആ ഭാഗത്തേക്ക് പറ്റി പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം അവിടെ ഇരുന്നിട്ട് ആ കർത്തൃ ദിവസത്തിൽ അദ്ദേഹം ആത്മവിവശനായിട്ട് അദ്ദേഹം കാണുന്ന വലിയ ദർശനത്തെ കുറിച്ച് ഇതിനു മുന്നേ ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞതുകൊണ്ട് അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അതിന് ഞാൻ മരിച്ചവനെ പോലെ ആയി തീർന്നു. കർത്താവിനെ കണ്ട് അവൻ മരിച്ചവനെ പോലെ ആയി തീർന്നു. അതിനുശേഷം അദ്ദേഹം പറയുന്നതാണ്, കർത്താവ് യോഹന്നാനോട് ഇടപെട്ടതാണ്, ഞാൻ ജീവനുള്ളവനും ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനും ആകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു. ആരായിരുന്നു ഈ മരിച്ചവനായിരുന്നത്? യേശു കർത്താവ് പറയാ, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ ഞാൻ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. ഞാൻ മരിച്ചവനായിരുന്നു യോഹന്നാനെ, പക്ഷെ ഞാനിപ്പോൾ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. നീ ഇപ്പോ എന്താ ചെയ്യേണ്ടത്? നീ മരിക്കാനല്ല ആഗ്രഹിക്കാനുള്ളത്. നീ ഇപ്പോൾ എഴുതേണ്ടത് വെളിപ്പാട്, സകല സഭകൾക്കും വേണ്ടിയിട്ടുള്ള വെളിപ്പാട് നീ ഇപ്പോൾ എഴുതണം. നിന്നെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിലേക്ക് നീ കടന്നു വരണം. നീ ഇന്നു മുതൽ നീ പറയരുത്, ഞാൻ അവസാനിച്ചു, ഈ ദിവസം കൊണ്ട് ഞാൻ തീർന്നു, ഈ കഷ്ടം കൊണ്ട് ഞാൻ മതിയായി, ഇതെന്റെ അവസാനമാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളില് ഞാനും ചിലപ്പോഴൊക്കെ ഞാൻ ചിന്തിച്ചു, ചിലപ്പോ ഇതൊക്കെ ഞങ്ങളുടെ അവസാനങ്ങളായിരിക്കാം, ഇതോടുകൂടി ആയിരിക്കാം നമ്മളൊക്കെ തീരുന്നത് എന്ന് ഞാനും വിചാരിച്ചു. ഒരു ഏകദേശം ഒരു 1.5 month ഭയങ്കര സ്ട്രഗ്ലിങ്. ഇപ്പോഴും ഞാൻ നല്ല വെല്ലാണോ എന്ന് ചോദിച്ചാല് ഐ ഷുഡ് സേ നോ. എനിക്ക് അങ്ങനെ മാത്രമേ പറയാൻ പറ്റുള്ളൂ. ബട്ട് എന്തുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഒത്തിരി തവണ ഞാൻ അച്ഛനോട് പറഞ്ഞു, പ്ലീസ് ഷാജി പാസിനോടൊന്ന് മെസ്സേജ് അയക്കുക, ഐ എം നോട്ട് ഫീലിംഗ് വെൽ, ഐ കാൻ ഡു ദാറ്റ്. അപ്പൊ പുള്ളി എന്നോട് പറഞ്ഞു, അങ്ങനെയാണോ ഒരു ശുശ്രൂഷക പറയാനുള്ളത്? ഇങ്ങനെയാണോ നിന്നെ കർത്താവ് വേല ഏൽപ്പിച്ചിരിക്കുന്നത്? അപ്പൊ നീ ഇങ്ങനെ പറയോ? നിനക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോ ഞാൻ ശുശ്രൂഷിക്കില്ല എന്ന് പറയുമോ? അത് എനിക്ക് വല്ലാതെ ഫീൽ ചെയ്തു. ഐ ഹേർഡ് ഇറ്റ് ലോട്ട്. ഞാൻ പറഞ്ഞു, കർത്താവ് എനിക്ക് പറ്റില്ല. ഇന്ന് മുഴുവൻ ഞാൻ അതാ പറഞ്ഞുകൊണ്ടിരുന്നത്, എനിക്ക് പറ്റില്ല, ഞാൻ തീരെ പ്രിപ്പയർഡ് അല്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരു മെസ്സേജ് പറയുന്ന ഡേറ്റ് മുതൽ ആ മെസ്സേജ് പറയുന്ന ദിവസം വരെ ഞാൻ കംപ്ലീറ്റ്ലി ആ മെസ്സേജിൽ മാത്രമായിരിക്കും. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യില്ല. പക്ഷെ ഐ എം നോട്ട് എ ഗുഡ് പ്രീച്ചർ. നിങ്ങളിൽ പലരും ഭയങ്കര നന്നായി സംസാരിക്കുന്നവരാണ്, നിങ്ങൾക്ക് നന്നായി സംസാരിക്കാൻ അറിയാം. എന്നെക്കാട്ടിലും നല്ല ഭംഗിയായിട്ട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ അത്രയൊന്നും ബെറ്റർ അല്ല. ചിലപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് തമാശയായിട്ട് തോന്നും, പക്ഷെ കർത്താവിന് സന്തോഷമാണെന്ന് എനിക്കറിയാം. ഹല്ലേലൂയ. നിങ്ങൾക്കത് കോമഡി ആണെങ്കിലും കർത്താവിന് സന്തോഷമാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ആമേൻ, ഹല്ലേലൂയ. ഞാൻ ചെയ്യുന്നത് നിങ്ങളുടെ ആരുടെയും വേലയല്ല, ഞാൻ ചെയ്യുന്ന കർത്താവിന്റെ വേലയാണ്, എനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പൊ ഞാൻ ചാനോട് കുറച്ച് ദിവസം കൊണ്ട് പറയാ, ഷാജി പാസിനോടൊന്ന് പറയേ, എനിക്ക് നല്ല ഫീലിംഗ് ആണ്, ഞാൻ നോട്ട് ഗുഡ്, എനിക്ക് നല്ല ശാരീരിക ക്ഷീണങ്ങളുണ്ട്. എല്ലാ മനുഷ്യരെയും പോലെ തന്നെ, നിങ്ങൾക്കൊക്കെ ഉണ്ടാകുന്ന പോലെ തന്നെ എനിക്കും ശാരീരിക ക്ഷീണങ്ങളൊക്കെ ഉണ്ടായി. ഒരു മാസമായിട്ട് ഞങ്ങൾ ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോവും, വീട്ടിൽ വരും, ഹോസ്പിറ്റലിൽ പോവും, വീട്ടിൽ പോകും. ഡോക്ടർ നോക്കും, അസുഖമൊന്നും ഇല്ല എന്ന് പറയും, തിരിച്ചു വരും, വീണ്ടും ഞാൻ വരും, കിടക്കും. അങ്ങനെ ഒരു 1.5 month ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ ലാസ്റ്റ് കുറെ അധികം ടെസ്റ്റുകൾക്ക് ഡോക്ടർ എഴുതി. ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് ഇവിടെ ഒക്കെ ആയിരിക്കുന്നവർക്കൊക്കെ അറിയാം, ഇൻഷുറൻസ് ഒക്കെ ഇല്ലാത്തവർക്ക് വലിയ ബുദ്ധിമുട്ടുകളാണ്. ട്രീറ്റ്മെന്റ്, ചെക്കപ്പ് ഒക്കെ വലിയ വലിയ കാശുകളാണ് ഇവിടെ ചോദിക്കുന്നതൊക്കെ. അതൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നാട്ടിൽ നിന്നാൽ മതി എന്ന് തോന്നും. അപ്പൊ ഒരു 10 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഹോസ്പിറ്റലിൽ കൊടുക്കാന്ന് പറഞ്ഞാൽ നമ്മളാരെങ്കിലും ഇവിടെ നിൽക്കുമോ? നാട്ടിലേ പോകാൻ നോക്കുള്ളൂ. അപ്പൊ അത്രയും വലിയ ടെസ്റ്റുകളൊക്കെയാണ് ഇവര് പറയുന്നത്. ഇതൊക്കെ ചെയ്യണോ എന്നാലോചിച്ചിട്ട് ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ പിന്നെ നാട്ടിലേക്കൊന്ന് വിട്ടാലോ? അങ്ങനെ ഒരു പദ്ധതി ഞങ്ങളെ മനസ്സിൽ വന്നു. പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ചാൻ പറഞ്ഞു, സമാധാനിക്കും, ഇന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ ചാൻ അത്രയും വേണ്ടപ്പെട്ടവർക്ക് മാത്രം
ഞങ്ങളുടെ വിഷയം ഷെയർ ചെയ്തു. വിഷയം എന്താണെന്ന് ആരോടും പറഞ്ഞിട്ടില്ല, ഈ നിമിഷം വരെയും പറഞ്ഞിട്ടില്ല. അപ്പൊ പ്രാർത്ഥിക്കാൻ പറഞ്ഞതില് കർത്താവിൽ ശ്രേഷ്ഠനും മാന്യനുമായ ഷാജി പാസ്റ്ററിനോട് ഞങ്ങൾ വിഷയം ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അദ്ദേഹം പ്രാർത്ഥിച്ചു, ഞങ്ങളോട് ദൂത് പറഞ്ഞു. ഞങ്ങൾക്ക് വലിയ ആശ്വാസമായിരുന്നു. ആ ദിവസങ്ങളിലൊക്കെയും കർത്താവ് ഞങ്ങളെ ഭയങ്കരമായിട്ട് താങ്ങി. ഇത് മാത്രമല്ല, എന്റെ ബ്രദറിലോ അദ്ദേഹത്തെ വിളിച്ച് ഞങ്ങൾ വിഷയം പറഞ്ഞു. അദ്ദേഹം ഇതുമായി സംബന്ധപ്പെട്ട ദൂതൊക്കെ ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങളെ വല്ലാതെ താങ്ങി. അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെയും ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്ന പ്രഷർ ഈ നിമിഷം വരെയും അനുഭവിക്കുന്ന പ്രഷർ വലുതാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഞാൻ ഇപ്പോ അതിനകത്ത് ഉപവാസ പ്രാർത്ഥനയിൽ ഇരിക്കുന്നവരെ താങ്ങേണ്ടതാ ഞാൻ തന്നെ ഒരു താങ്ങില്ലാതിരിക്കുന്നു. ഞാൻ ചെന്നവരോട് എന്തെങ്കിലും പറഞ്ഞാൽ അവരുടെ ഉള്ള ആശ്വാസം കൂടെ പോയില്ലേ കർത്താവെ? കർത്താവ് പറഞ്ഞു, നീ പറയേ, വിശ്വാസത്തെ കുറിച്ച് പറയേ, നീ അനുസരണയെ കുറിച്ച് പറയേ, ആഴത്തിലേക്കൊന്ന് ഇറങ്ങാൻ പറയേ. നിങ്ങളോട് സംസാരിച്ചതൊക്കെ എന്നോട് സംസാരിച്ചതാ. ഇതൊക്കെ കർത്താവിനോട് പറയാൻ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ എന്റെ ഇഷ്ടത്തിന് പറയാൻ ഇതെങ്ങാനും ഞാനെങ്ങാനും എഴുതിയതാണോ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ ഇതിനകത്തുള്ളതല്ലേ പറഞ്ഞത്? ആമേൻ. കർത്താവിനോട് പറഞ്ഞതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. വെളിപ്പാട് പ്രാപിക്കുക. കർത്താവിന് ഈ ഉപവാസത്തില് നിങ്ങളോട് പറയാനുള്ളത് വെളിപ്പാട് പ്രാപിക്കുക. എന്തെങ്കിലുമൊക്കെ വന്ന് പ്രാർത്ഥിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞിട്ട് പോവാതെ കർത്താവിന്റെ വെളിപ്പാടൊന്ന് പ്രാപിക്കുക. ഈ വെളിപ്പാട് പ്രാപിച്ചാല് നിൽക്കാനുള്ള കൃപ ദൈവം തരും. ഹല്ലേലൂയ. ഏതൊരു സിറ്റുവേഷനിലാണെങ്കിലും കർത്താവിന്റെ കൃപയിൽ നമ്മൾ നിൽക്കും. എന്റെ ടെസ്റ്റിമണി പറയും ഒരിക്കല്, ഇപ്പോഴല്ല, തീർച്ചയായിട്ടും നിങ്ങളോട് ഷെയർ ചെയ്യും. വലിയ ടെസ്റ്റിമണികൾ നിങ്ങൾക്കുണ്ട്, അത്രയൊന്നും എനിക്കില്ല. പക്ഷെ എങ്കിലും ഷെയർ മൈ ടെസ്റ്റിമണി. പക്ഷെ ഇപ്പോഴല്ല, പിന്നെ എപ്പോഴെങ്കിലും ഒരു സമയത്ത് ഞാനത് പറയും. ഇപ്പോൾ എനിക്ക് നിങ്ങളോട് അവസാനമായിട്ട് പറയാനുള്ള ഒരു കാര്യം, നാം അനുസരണയുള്ളവരായിരിക്കുക. ദൈവകൃപയിൽ ഉറച്ചു നിൽക്കുക. എന്ത് വിഷയം വന്നാലും കർത്താവ് നമ്മളെ ശോധനകളിലൂടെ കടത്തിവിടും. കാരണം ഈ ലോകത്തിൽ കഷ്ടമുണ്ട്, അല്ലേ? അങ്ങനെയല്ലേ വചനം പറയുന്നത്? ലോകത്തിൽ കഷ്ടമുണ്ടെങ്കിലും ധൈര്യമുള്ളവരായിരിക്കും. ഞാൻ ഈ ലോകത്തെ ജയിച്ചിരിക്കുന്നു. കഷ്ടത്തെ ജയിച്ചു എന്നല്ല കർത്താവ് പറഞ്ഞത്, ഈ ലോകത്തെ തന്നെ കർത്താവ് ജയിച്ചിരിക്കുക. ഹല്ലേലൂയ. ആ ഉറപ്പും വിശ്വാസവും ഉള്ളവരായിരിക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവത്തിന് വേണ്ടിയിട്ട് എന്തുമായി തീരാൻ ഒരുങ്ങുക. ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് പോകരുത്. ദാവീദ് പറഞ്ഞ എന്താ? സ്ഥിരമായൊരു ആത്മാവിനെ എന്റെ മേല് വെക്കണേ. ഇങ്ങനെ മാറി മാറി വീണും എണീറ്റും അങ്ങനെയൊന്നും പോയേക്കരുത്. നിന്നാ നേരോടെ നിൽക്കുക. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നിന്നാൽ ഉറച്ചൊന്ന് നിന്നോണം കർത്താവിന്റെ സന്നിധിയിൽ. ഇവിടെയും വന്ന് അവിടെയും പോയി അവിടെ ആ